പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മൾ എത്രമാത്രം ഓരോ ദിവസവും അനുഭവിക്കുന്നു അല്ലേ? ഇതിനൊക്കെയുള്ള വലിയ യോഗ്യതയുണ്ടോ എന്ന് നോക്കിയാൽ യാതൊരു നന്മയും എന്നിലില്ലേ എന്ന് പറയുവാനേ എനിക്ക് കഴിയത്തുള്ളൂ. എന്നാൽ പാപങ്ങളെ കണക്കിടാതെ നമ്മുടെ ബലഹീനതകളെ ചുമന്ന കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന എല്ലാ നല്ല വിധങ്ങൾക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഇപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 53 4-5, ഐസായ 53 വേഴ്സസ് 4 and 5. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എത്ര വിശ്വസ്തനായവനെയാണ് നാം സേവിക്കുന്നത് അല്ലേ? അവൻ്റെ കരുണ എത്രയോ വലുതാ. നാം ആരും മുറിവേറ്റ് തകർന്നിരിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. മേരിയും മാർത്തയും അവരുടെ സഹോദരൻ മരിച്ചു പോയപ്പോൾ വളരെ ദുഃഖിച്ചു. യേശുവിന് ആളയച്ചു, യേശു വന്നില്ല. എന്നാൽ 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു എത്തി. അപ്പോൾ യേശുവിനോട് പോയി അവരൊരു കാര്യം പറഞ്ഞു. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ 11:3. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഹല്ലേലൂയ. യേശു വരാൻ താമസിച്ചു. പ്രൈസ് ഗോഡ്. മാർത്തയുടെയും മറിയയുടെയും അവർ സ്നേഹിക്കുന്ന ഏക സഹോദരന ലാസറസ്. യേശുവിൻ്റെയും ഫ്രണ്ടാ ലാസറസ്. താൻ മരിച്ചു. പക്ഷേ ഈ സമയം യേശു വന്നപ്പോൾ മാർത്തയും മറിയയും തകർന്ന അവസ്ഥയിലായിരുന്നു. അവർ വളരെ തകർന്നുപോയി. എന്നാൽ യേശു ബഥാന്യയോട് സമീപിച്ച് വരുന്ന സമയത്താണ് ആ വാക്ക് യേശുവിൻ്റെ ചെവിയിലെത്തിയത്. മേരി യേശുവിനെ കാണാൻ എഴുന്നേറ്റ് ചെന്ന് പോലുമില്ല. പക്ഷെ മാർത്ത എഴുന്നേറ്റ് വില്ലേജിൻ്റെ പുറത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി. കാരണം അവൾക്ക് വെയിറ്റ് ചെയ്യാൻ മേലായിരുന്നു യേശു വീടെത്തുന്നിടം വരെ. മേരി പിന്നീടാണ് വന്നത്. മാർത്ത വന്നേച്ച് മേരിയോട് പറഞ്ഞുണ്ട്, യേശു നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന്. നമുക്ക് അവരുടെ ദുഃഖം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? യേശുവിൻ്റെ വാക്കിനകത്ത് അവർ പറയുമ്പോൾ, യേശുവിനോട് പറയുന്നുണ്ട്, മൈ ലോർഡ്, ഇഫ് only you had been here sooner, my brother wouldn't have died. അത് അവരുടെ ഡിസപ്പോയിൻമെൻറ്റിനെ കാണിക്കുന്നുണ്ട്. മേരിയെ സംബന്ധിച്ച് എല്ലാവരിലും ഇച്ചിരി സോഫ്റ്റായിട്ടുള്ളത് അവളാണ്. എന്നാൽ അവളിത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകയായിരുന്നു. അവൾ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് അങ്ങ് വീണു. വീണ്ടും വീണ്ടും കരഞ്ഞു. കാരണം അവൾക്ക് അതുപോലെ സങ്കടമായിരുന്നു. അവൾ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നിനക്ക് വന്ന് അവനെ ജീവിപ്പിക്കാൻ മേലായിരുന്നോ? ഞങ്ങൾ ആളയച്ചതല്ലോ. ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കാം അവരുടെ ചോദ്യങ്ങൾ. നീ മറ്റുള്ളവർക്ക് വേണ്ടി മിറക്കിൾസൊക്കെ ചെയ്യുന്നില്ലേ, പക്ഷെ എന്തുകൊണ്ടാണ് നീ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ? ഇതൊക്കെ മറിയയുടെ ചോദ്യത്തിൽ ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11:33 ഇങ്ങനെ പറയുന്നു, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന് യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. പ്രൈസ് ഗോഡ്. ഇമോഷൻ എന്ന
അതിനുള്ള അരാമിക് വാക്കുണ്ടല്ലോ, അത് ലിറ്ററലി നമുക്കിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഹിസ് ഹാർട്ട് മെൽറ്റഡ് വിത്ത് കമ്പാഷൻ. മനസ്സലിവുണ്ട് എൻ്റെ യേശുവിൻ്റെ ഹൃദയം ഉരുകിപ്പോയെന്ന്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് സമീപസ്ഥനായ ദൈവം, പുരുഷനായ ദൈവവുമാണ്. അവനകന്ന് മാറി നിൽക്കത്തില്ല. നമ്മളുടെ തകർച്ചയും അതിവേദനയും ഒക്കെയും അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ റെസ്പോൺസ് എന്തുവെന്ന് വെച്ചാൽ അവനും മൂഡാകും. അതായത് അവന് കാരണം മനസ്സിലാകും. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു. അതവനെ പ്രവർത്തിപ്പാൻ പ്രേരിപ്പിക്കും. സത്യസന്ധമായി അവൻ്റെ മുമ്പിൽ നാം നമ്മുടെ തകർച്ച വെളിപ്പെടുത്തിയാൽ അവൻ നമ്മെ ശാസിച്ചകറ്റി വിടത്തില്ല. എന്നാൽ വിത്ത് ടെൻഡർ ലവ്, അതായത് അവൻ്റെ ആ വലിയ സ്നേഹത്താൽ അവൻ നമ്മോട് റെസ്പോണ്ട് ചെയ്യും. ഈ മക്കളെ, ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സംഗീത പുസ്തകം 51 അധ്യായത്തിൻ്റെ 16-17. Psalm 51 verses 16 and 17. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയയുടെയും ഒരു പ്രത്യേകത, അവർ വളരെ സത്യസന്ധതയോടെ യേശുവിൻ്റെ മുമ്പിൽ അവരുടെ ഹൃദയം തുറന്ന് കാണിച്ചു. അവരുടെ ഇമോഷൻ അവർ ഹൈഡ് ചെയ്തില്ല. അതുകൊണ്ട് യേശു കർത്താവ് തന്നെ അവർക്ക് മറച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 35-36 ഇങ്ങനെ പറയുന്നു: യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇത് ഒരു സഹതാപത്തിൻ്റെ കണ്ണുനീര് അവൻ്റെ കണ്ണിൻ്റെ കോണുകളിൽ അല്പം കണ്ടു എന്നുള്ളതല്ല. Tears streamed down his face. അവൻ്റെ മുഖത്തൂടെ കണ്ണുനീര് ഒലിച്ചിറങ്ങി. വികാരഭരിതനായി താൻ വേദനിച്ചു. പക്ഷേ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തു ഈ സ്റ്റോറിയുടെ അന്ത്യം എന്താകുമെന്ന്. അത് യേശുവിന് നല്ലോണം അറിയായിരുന്നു. കുറച്ച് മൊമെൻറ്റ്സേ നിൽക്കത്തുള്ളൂ, ലാസസ് ജീവിച്ചെഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഈ പ്രസൻറ്റ് പെയിനിലേക്ക് അവൻ ഇറങ്ങി വരാതെ മാറി നിന്നില്ല. അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്തു. ഈ ടിയേഴ്സ് നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ടിനെ ചൊല്ലിയുള്ളതല്ല. പക്ഷേ ലാസറിനെ സ്നേഹിച്ചിട്ട് ലാസർ നഷ്ടപ്പെട്ടു പോയതിൽ വേദന അനുഭവിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ താൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. തന്നെ വല്ലതിൻ്റെ പാതപിടുത്തങ്ങൾ വീണ് കരഞ്ഞ മാർത്തയെ ഓർത്ത് യേശുവിൻ്റെ ഹൃദയം വേദനിച്ചു. യേശുവിൻ്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങിയ ടിയേഴ്സ് ഉണ്ടല്ലോ, അത് റിഫ്ലക്റ്റ് ചെയ്തതും കണ്ണാടിയിൽ കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ റിഫ്ലക്റ്റ് ചെയ്തതും അവൻ്റെ മുമ്പിലുള്ള ആ പുരുഷാരത്തെ ഓർത്ത, കരയുന്നവരെ ഓർത്ത. ഇന്നും ദൈവമക്കളെ, പാപത്തിൻ്റെ അനന്തരഫലത്താൽ വേദന അനുഭവിക്കുന്നവരെ കണ്ട് വിഷമിക്കുന്ന ഒരു യേശുവുണ്ട്. വീഴ്ച ഭവിച്ച ലോകം, മരണത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ലോകം, ഈ ലോകത്തിനകത്ത് വീണവരനേകരാ. അതുകൊണ്ട് ഓരോ പുതിയ ദിവസം പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മരണം വരെ പല ഷേപ്പിൽ നമ്മുടെ അടുത്ത് വരാം. ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചല്ല പറയുന്നത്, നിർജീവത്വത്തിലേക്ക് നമുക്ക് വീഴപ്പെടാം. ജീവിക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ ശരിക്കുള്ള ജീവിതമല്ല, ഒരു മരണപ്പെട്ട ജീവിതം.
പലവിധമായിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ കൂടെ പോയിട്ട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും വെളിപ്പാടുകളും എല്ലാം നഷ്ടപ്പെട്ട ജനം. ഹല്ലേലൂയ. ഈ നാളിൽ നമ്മൾ നോക്കുമ്പോൾ അനേകരുടെ ഇൻകം, അനേകരുടെ സേവിങ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോവുക. അനേകർ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും രോഗികളായി തീരുക. പക്ഷെ ഇതൊന്നും നമ്മെ യേശുവിൽ നിന്ന് വേർപിരിക്കരുത്. അവൻ നമ്മുടെ വേദനയ്ക്ക് പുറത്ത് നിൽക്കത്തില്ല. അവൻ നമ്മുടെ അടുത്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവൻ കൂടെ വന്ന് നമുക്ക് വേണ്ടി അതൊക്കെ സഹിക്കും. നമ്മുടെ കുറിവാക്യം നമ്മൾ വായിച്ചില്ലേ, കർത്താവ് നമ്മുടെ വേദനകളെയൊക്കെ വഹിക്കുന്നതായിട്ട്. യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളിലും നമുക്ക് മനസ്സിലാക്കും, വേദന മനസ്സിലാക്കിയ യേശു അത് അങ്ങ് എടുത്തു, അതങ്ങ് ഏറ്റെടുത്തു. കാരണം അവൻ ഓൾറെഡി വേദന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവനാണ്. Don't ever let the enemy lead you to believe you are alone in your pain. You never ever are. യേശുവിൻ്റെ കമ്പാഷൻ, അവൻ വന്ന് അതെല്ലാം വഹിച്ച് നമ്മെ അവനോട് ചേർത്ത് അവനിലൊന്നാകേണ്ടതിന് തന്നെ എന്ന് പറയത്തക്കവണ്ണം നമ്മെ പിടിച്ചില്ലേ. അവരുടെ സഫറിങ്സ്, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പാഠമല്ലേ. പലതും നമ്മളെ പഠിപ്പിക്കുന്നില്ലേ. അതുകൊണ്ടല്ല ഇന്ന് നമ്മൾ സൗഖ്യത്തോടെ ഇരിക്കുന്നത്. സഫറിങ്ങിൽ നിന്ന് നമ്മെ ഹീലിങ്ങിലേക്ക് കൊണ്ടുപോകും, നമ്മെ ഒരു പുതുക്കത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ ഡീപ്പ് കമ്പാഷൻ നമ്മിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ വേർപാടെനിക്കുന്നവരുടെ ദുഃഖം കൂടുമല്ലോ. വേർപാട് ലോകത്തിൽ നടക്കേണ്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോകുമ്പോഴും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ടെന്ന് കർത്താവെ വിശ്വസിച്ച് സന്തോഷത്തോടെ സകലതും സഹിപ്പാനും ദൈവത്തിന് വേണ്ടി നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്വത്രേശ്വര നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ് ഗോഡ്.